വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് പഠിക്കാം. പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് കേരള ജ്യോതി അവാർഡ് പ്രഖ്യാപിക്കുകയുണ്ടായി. നമുക്കറിയാം കേരളത്തിലെ കേരള ജ്യോതി അവാർഡിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ കേരള ജ്യോതി മാത്രമല്ല, കേരള ജ്യോതി ഉണ്ട്, കേരള പ്രഭയുണ്ട്, കേരള ശ്രീ ഉണ്ട്, അങ്ങനെ 3 പുരസ്കാരങ്ങൾ. ഈ പുരസ്കാരങ്ങളെ നമ്മൾ കേരള പുരസ്കാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ കേരളത്തിലെ പരമോന്നത പുരസ്കാരങ്ങളാണ് ഏതെന്നൊക്കെ പറഞ്ഞാൽ അത് അറിയാത്ത കുട്ടികളൊന്ന് പഠിച്ചു വെച്ചോളൂ. നമ്മൾ മുമ്പ് ഇതിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എന്നാലും അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി പറയാണ്. കേരള പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്നാമത്തെ പുരസ്കാരം എന്ന് പറയുന്നത് കേരള ജ്യോതി പുരസ്കാരമാണ്. അടുത്തതിന്റെ പേര് കേരള പ്രഭ പുരസ്കാരം എന്നാണ്. അടുത്തത് കേരള ശ്രീ പുരസ്കാരം. അങ്ങനെ 3 കേരള ശ്രീ, കേരള പ്രഭ, കേരള ജ്യോതി പറഞ്ഞിട്ട്. അപ്പൊ 2022 ആദ്യ കേരള ജ്യോതി അവാർഡ്. അപ്പൊ ആദ്യത്തെ അവാർഡ് പ്രഖ്യാപിക്കുന്നത് 2022 അങ്ങനെ ആദ്യത്തെ കേരള ജ്യോതി അവാർഡ് നേടിയത് ആര് എന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ കേരള ജ്യോതി അവാർഡ് നേടിയത് ആരാണ്? MT വാസുദേവൻ നായരാണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇനിയും ധാരാളം സാധ്യതയുണ്ട് അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കാൻ. അപ്പൊ ആദ്യത്തെ കേരള ജ്യോതി അവാർഡ് നേടിയ വ്യക്തി MT വാസുദേവൻ നായരാണ് എന്ന് ഓർക്കുക. കേരള ജ്യോതിയുടെ പ്രത്യേകത പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത പുരസ്കാരങ്ങളാണ് കേരള പുരസ്കാരങ്ങൾ. ആ കേരള പുരസ്കാരത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫസ്റ്റ് നിൽക്കുന്നത് കേരള ജ്യോതി, പിന്നെ കേരള പ്രഭ, പിന്നെ കേരള ശ്രീ, അങ്ങനെയാണ് കേട്ടോ. ഇനി പ്രശസ്ത കവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇത് ആരാണ്? അക്കിത്തം. പ്രശസ്ത കവിയായ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കാര്യം ചോദിച്ചേക്കണേ. അദ്ദേഹം പത്മശ്രീ നേടിയത് ഏത് വർഷമാണെന്ന് കണ്ടോ? ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2017 പത്മശ്രീ നേടിയത് എന്ന് ഓർക്കുക. അപ്പൊ അക്കിത്തത്തിന് പത്മശ്രീ കിട്ടിയത് 2017, MTക്ക് കേരള ജ്യോതി കിട്ടിയത് 2022. ഇനി ഇന്ത്യൻ മെർച്ചന്റ് നേവിയുടെ ആദ്യ വനിതാ ക്യാപ്റ്റൻ ആരാണ്? അപ്പോ ഇന്ത്യൻ എന്താണ് മെർച്ചന്റ് നേവിയുടെ കേട്ടോ, ഇന്ത്യൻ മെർച്ചന്റ് നേവിയുടെ ആദ്യ വനിതാ ക്യാപ്റ്റൻ ആരാണ്? ആദ്യത്തെ വനിതാ ക്യാപ്റ്റൻ, മെർച്ചന്റ് നേവിയുടെ ആദ്യത്തെ വനിതാ ക്യാപ്റ്റൻ പദവിയിലുള്ളത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ് ആദ്യത്തെ വനിതാ ക്യാപ്റ്റൻ? രാധിക മേനോനാണ്. ഇന്ത്യൻ മെർച്ചന്റ് നേവിയുടെ ആദ്യത്തെ വനിതാ ക്യാപ്റ്റൻ പദവി അലങ്കരിച്ചത് ആരാണ്? രാധിക മേനോനാണ് എന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ക്ലിയർ ആയില്ലേ? കേരള പുരസ്കാരങ്ങൾ പത്മ പുരസ്കാര മാതൃകയിൽ കേരള ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ എന്നിവയാണ് പുരസ്കാരങ്ങൾ. ആദ്യമായിട്ട് കൊടുത്തത് 2022 ആദ്യമായി കേരള ജ്യോതി ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് പത്മശ്രീ നേടിയ വർഷം 2017. ഇന്ത്യൻ മെർച്ചന്റ് നേവിയുടെ ആദ്യ വനിതാ ക്യാപ്റ്റൻ രാധിക മേനോനാണ്. അടുത്തത് പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? അപ്പൊ ഏത് കേരളത്തിലെ പഞ്ചായത്തിലാണ് എന്താണ് പൊതുജനങ്ങൾക്ക് എന്ത് ഏർപ്പെടുത്തിയത്? വൈഫൈ ഏർപ്പെടുത്തിയത് എന്നാണ് പറയുന്നത്. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ എന്ന് പറയുന്ന പഞ്ചായത്താണ് പൊതുജനങ്ങൾക്ക് ആദ്യമായിട്ട് എന്താണ് സൗജന്യ വൈഫൈ ഏർപ്പെടുത്തിയത് എന്ന് ഓർക്കുക. അപ്പൊ പൊതുജനങ്ങൾക്ക് ആദ്യമായിട്ട് സൗജന്യ വൈഫൈ ഏർപ്പെടുത്തിയത് പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരാണ്. ഇനി അടുത്തത് ഇന്ന് നമ്മൾ ബഹിരാകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക് ഒന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിലെ ബഹിരാകാശ ടൂറിസത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്ന ഒരു കമ്പനി ആരംഭിക്കുകയാണ്. ബ്ലൂ ഒറിജിൻ ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ടുകൊണ്ട് ബ്ലൂ ഒറിജിൻ എന്ന കമ്പനി ആരംഭിക്കുകയാണ്. അത് ആരംഭിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പേര് എന്താണ്? ജെഫ് ബെസോസ് എന്നാണ്. എന്താണ്? ജെഫ് ബെസോസ്. അപ്പൊ ചോദ്യം ഇതാണ്, ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബെസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിൻ എന്ന കമ്പനിയുടെ ആദ്യ ബഹിരാകാശ യാത്രയിലെ യാത്രികൻ ആരാണ്? അദ്ദേഹം തന്നെയാണ്. ആരാണ്? ജെഫ് ബെസോസ് തന്നെയാണ്. ജെഫ് ബെസോസ് തന്നെയാണ്. അപ്പൊ ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബെസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിൻ എന്ന കമ്പനിയുടെ ആദ്യ ബഹിരാകാശ യാത്രയിലെ യാത്രികൻ ആരാണ്? ജെഫ് ബെസോസ് തന്നെയാണ്. അടുത്തത് നമ്മൾ അപ്പോളോ 11 എന്ന് പറയുന്ന ചാന്ദ്ര ദൗത്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇല്ലേ? എന്താണ് അപ്പോളോ 11 ചാന്ദ്ര ദൗത്യം? കേട്ടിട്ടുണ്ട്. അതിന്റെ കമാൻഡ് മൊഡ്യൂളിന്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തി, അപ്പോളോ 11 പൈലറ്റ് ആയിരുന്ന വ്യക്തി 2021 അന്തരിക്കുകയാണ്. അപ്പൊ 2024 ചോദ്യത്തില് 2021
2021 അന്തരിച്ച ആളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ആരാണ് അദ്ദേഹം എന്നാണ് ചോദ്യം. മൈക്കിൾ കൊളിൻസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്താണ്? മൈക്കിൾ കൊളിൻസ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ച് പഠിച്ചു. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കിൾ കൊളിൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ അപ്പോളോ 11 ചാന്ദ്ര ദൗത്യത്തിലെ കമാൻഡ് മൊഡ്യൂളിന്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തി 2021 ഏപ്രിൽ 21 അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? മൈക്കിൾ കൊളിൻസ് എന്നാണ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്. ബാക്ക് ടു ബേസിക്സ്. എന്താണ്? ബാക്ക് ട്ടോ, ശ്രദ്ധിക്കുക. ബാക്ക് ടു ബേസിക്സ്. ബാക്ക് ടു ബേസിക്സ് എന്നാണ് ചോദ്യം. ബാക്ക് ടു ബേസിക്സ് എന്ന് പറയുന്നത് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ബാക്ക് ടു ബേസിക്സ് എന്ന് പറയുന്നത് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ബാക്ക് ടു ബേസിക്സ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോളോ 11 ചാന്ദ്ര ദൗത്യത്തിലെ കമാൻഡ് മൊഡ്യൂളിന്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തി 2021 അന്തരിച്ചു. ആരാണ് അങ്ങേര്? മൈക്കിൾ കൊളിൻസ് ആണ്. ആരാണ്? മൈക്കിൾ കൊളിൻസ് ആണ് അന്തരിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ആയിട്ട് തരുന്നത് അല്ല. ഇത് ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ടോപ്പിക് വൈസ് നിങ്ങൾക്ക് തരുന്നുള്ളൂ. പക്ഷെ ഇത് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. അടുത്തത് ഒരു പദ്ധതിയുടെ പേരാ പറയണേ. പദ്ധതിയുടെ പേര് ഇതാണ്. സുഭിക്ഷ. എന്താണ്? സുഭിക്ഷ കേരളം പദ്ധതി. സുഭിക്ഷ കേരളം പദ്ധതി നടപ്പിലാക്കുന്നത് എന്തിന്റെ പശ്ചാത്തലത്തിലാണ്? സുഭിക്ഷ കേരളം പദ്ധതി നടപ്പിലാക്കുന്നത് എന്തിന്റെ പശ്ചാത്തലത്തിലാണ്? COVID-19 പശ്ചാത്തലത്തിലാണ് സുഭിക്ഷ കേരളം പദ്ധതി നടപ്പിലാക്കുന്നത്. COVID-19. അപ്പോ കോവിഡ് എന്ന് കഴിഞ്ഞതാ? എന്നിട്ട് പോലും 2024 വരെയുള്ള 23-ലും 24-ലും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ എന്ത് ചോദിച്ചിട്ടുണ്ട്? കോവിഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് എന്താണ്? ഒമിക്രോൺ എന്താണെന്നാണ് WHO ഒമിക്രോൺ ഡാഷ് ആണ്. അങ്ങനെയാണ് അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒമിക്രോൺ ഡാഷ് ആണെന്നാണ് പ്രതിപാദിക്കുന്നത്. എന്താണെന്നാ പറയണേ? ഉയർന്ന അളവിലുള്ള മ്യൂട്ടേഷനുകളുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള വേരിയന്റ്. നമ്മൾ 10th ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാട്ടോ. അപ്പൊ എത്രയും എന്താ പറയാ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഉയർന്ന അളവിൽ ഓപ്ഷൻ ഇങ്ങനെ കൊടുത്തേക്കണേ. ഉത്തരം ഇതാണ്. ഉയർന്ന അളവിലുള്ള മ്യൂട്ടേഷനുകളുള്ള വ്യത്യസ്തമായിട്ടുള്ള വേരിയന്റ്. വ്യത്യസ്തമായ വേരിയന്റ് ആണ് എന്ത്? ഒമിക്രോൺ. അപ്പൊ ഒമിക്രോൺ എന്താണെന്നാ WHO പറയണേ? ഉയർന്ന അളവിലുള്ള മ്യൂട്ടേഷനുകളുള്ള വ്യത്യസ്തമായിട്ടുള്ള വേരിയന്റ് ആണ് ഒമിക്രോൺ എന്നാണ് ആര് പറയണേന്നാ പറയണേ? WHO പറയണേ. ഇനി എന്താ പറഞ്ഞേ? സുഭിക്ഷ കേരളം പദ്ധതിയുടെ കാര്യം ആരാ? സുഭിക്ഷ കേരളം പദ്ധതി എന്തുമായിട്ട് റിലേറ്റഡ് ആ? COVID-19. ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായിട്ട് റിലേറ്റഡ് ആ? കൊറോണ. അപ്പോളോ 11 പൈലറ്റ് 2021 അന്തരിച്ചു. അദ്ദേഹം ആരാ? മൈക്കിൾ കൊളിൻ. അടുത്ത ചോദ്യം ഇതാണ്. അതായത് COVID-19 രോഗികൾക്ക് ഹോം കെയർ നൽകാൻ ലക്ഷ്യമിടുന്ന ആസ്പിറേഷൻ ഡിസ്ട്രിക്ട് പ്രോഗ്രാമിന് കീഴിലുള്ള നീതി ആയോഗ് സംരംഭം താഴെ പറയുന്നവയിൽ ഏതാണ് സംരംഭം എന്നാണ് ചോദിച്ചത്. ഞാൻ ഉത്തരം എഴുതാം, എന്നിട്ട് വീണ്ടും ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാം. അതിന്റെ പേരിതാണ്. സുരക്ഷിതത്വം. എന്താണ്? സുരക്ഷിതത്വം. അപ്പൊ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഒരു പദ്ധതിയാണ്. COVID-19 രോഗികൾക്ക് ഹോം കെയർ നൽകാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച നീതി ആയോഗിന്റെ സംരംഭമാണ്. എന്താണ്? ഹോം കെയർ. കോവിഡ് വന്നിട്ടുള്ള ആൾക്കാർക്ക് ഹോം കെയറിനായിട്ട് ആരുടെ? നീതി ആയോഗിന്റെ സംരംഭമായിരുന്നു സുരക്ഷിതത്വം. അപ്പൊ ഹോം കെയർ ആണ്, നീതി ആയോഗുമായിട്ട് റിലേറ്റഡ് ആണ്. ആരുടെയാണ്? കോവിഡുമായിട്ട് റിലേറ്റഡ്. അപ്പൊ കോവിഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നീതി ആയോഗിന്റെ ഹോം കെയർ പദ്ധതിയാണ് സുരക്ഷിതത്വം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടോ ഞാൻ പറയണേ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലല്ല. ചില പരീക്ഷകൾക്ക് ഇത് സീനിയർ സൂപ്രണ്ടിന്റെ ഒരു പരീക്ഷയാണ്. അപ്പൊ ചില പരീക്ഷകളിൽ ഒരു 5 ചോദ്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ ഒരു 4-5 ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ പറയുണ്ടാവും. അത്
അതുകൊണ്ടാണ് ഒരേപോലെയുള്ള ചോദ്യങ്ങൾ വരുന്നത്. അതെന്താ നിങ്ങൾ എന്താ പറയാ, അതുകൊണ്ടാണ്. അതായത് ഇവിടെ സീനിയർ സൂപ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പരീക്ഷയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, LD ക്ലർക്ക്, ഡാറ്റ എൻട്രി ഓഫീസർ, ഈ 4 ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഇനി അടുത്ത ചോദ്യം എന്താ വെച്ചാൽ, ജമ്മു ആൻഡ് കാശ്മീരിന് എന്തുണ്ടായിരുന്നു? ഒരു പ്രത്യേക പദവി ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ കാശ്മീരിന് ഉണ്ടായിരുന്ന പ്രത്യേക പദവി എന്നാ റദ്ദാക്കിയെന്നാ ചോദിക്കണേ. 2019 ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയത് എന്നാ റദ്ദാക്കിയ? 2019. ഇനി 2018 കേരളത്തിലെ വെള്ളപ്പൊക്കം നടന്നില്ലേ? ആ വെള്ളപ്പൊക്കം നടന്നപ്പോ കേരള പോലീസുകാര് രക്ഷാപ്രവർത്തനം നടത്തിയില്ലേ? ആ കേരള പോലീസുകാരുടെ രക്ഷാപ്രവർത്തനത്തിന്റെ പേരെന്താന്നാ ചോദിക്കണേ. എന്താണ്? ഓപ്പറേഷൻ ജലരക്ഷ. ഓപ്പറേഷൻ ജലരക്ഷ എന്നാണ്. അപ്പൊ നോക്ക് മക്കളെ, 2018-ലും 2019-ലും ഒക്കെ നടന്നിട്ടുള്ള കാര്യങ്ങൾ 2024 ചോദിക്കണ്ടെങ്കിൽ നമ്മൾ ഈ 2026 ആവുമ്പോൾ 2023 തൊട്ടുള്ളതെങ്കിലും മിനിമം പഠിച്ചു വെക്കേണ്ടേ കറണ്ട് അഫയേഴ്സ്. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇപ്പോഴും നിങ്ങൾ പഠിക്കുക. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി 2019 നഷ്ടപ്പെട്ടു. 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ കേരള പോലീസ് നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ ജലരക്ഷ എന്നാണ്. ഇനി അടുത്തത് പറയാണ്, നമ്മുടെ കേരള സ്റ്റേറ്റ് IT മിഷൻ ഉണ്ടല്ലോ, കേരളത്തിന്റെ എന്താണ്? കേരള സ്റ്റേറ്റ് IT മിഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് IT മിഷൻ എന്ന് പറയുന്നത്. IT മിഷൻ വികസിപ്പിച്ചെടുത്ത ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ, IT മിഷന്റെ ഒരു ആപ്ലിക്കേഷന്റെ കാര്യം നമ്മൾ പറയണേ. അത് 17 വ്യത്യസ്ത സംസ്ഥാന വകുപ്പുകളിൽ നിന്ന് 100 സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഏതാണ് ആ മൊബൈൽ ആപ്പ്? അതിന്റെ പേര് ഇതാണ്, മാപ്പത്തോൺ. എന്താണ്? മാപ്പത്തോൺ കേരള. കണ്ടോ? ഒരു ആപ്പിന്റെ പേരാണ് മാപ്പത്തോൺ കേരള. ആരാണ് ആ ആപ്പ് വികസിപ്പിച്ചത്? കേരള സ്റ്റേറ്റ് IT മിഷൻ ആണ്. കേരള സ്റ്റേറ്റ് IT മിഷന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് മാപ്പത്തോൺ കേരള. ഇതൊരു ഏകീകൃത മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. 17 വ്യത്യസ്ത സംസ്ഥാന വകുപ്പുകളിൽ നിന്ന്, കേരളത്തിലെ 17 ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് 100 സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന കേരളത്തിൽ, അത് നോക്കിക്കോളൂട്ടോ, കേരളത്തിലെ 17 ഗവൺമെന്റിന്റെ കീഴിലുള്ള 17 ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് 100 സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന കേരള IT മിഷന്റെ ആപ്പിന്റെ പേരാണ് മാപ്പത്തോൺ കേരള. എന്താണ് കേരള IT മിഷന്റെ ആപ്പിന്റെ പേര്? മാപ്പത്തോൺ കേരള എന്നാണ് ആ ആപ്പിന്റെ പേര്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരം കാര്യങ്ങൾ ഞാൻ പിന്നെയും പറയാണ്, നന്നായിട്ട് ഓർത്തു വെച്ച് പഠിക്കാം. ഭാവിയിൽ അതായത് ഇപ്പൊ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായി എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ് അല്ലെ. അങ്ങനെ ഭാവിയിൽ ഉണ്ടാകാവുന്ന പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി അതിജീവിക്കാവുന്ന വിധം കേരളത്തെ പുനർനിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു ക്യാമ്പയിൻ രൂപീകരിക്കുകയാണ്. എന്താണ് ആ ക്യാമ്പയിനിന്റെ പേര്? നമ്മൾ നമുക്കായി. അപ്പൊ നമ്മൾ നമുക്കായി എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ ഒരു ക്യാമ്പയിൻ ആണ്. നമ്മൾ നമുക്കായി കേരള ഗവൺമെന്റിന്റെ ക്യാമ്പയിൻ ആണ്. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി അതിജീവിക്കാനാവും വിധം കേരളത്തെ പുനർനിർമ്മിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. എന്തിന്റെ ലക്ഷ്യം? നമ്മൾ നമുക്കായി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വാക്സിൻ ആണ്. നമ്മൾ ചിലരൊക്കെയെങ്കിലും ആ വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും. ആ വാക്സിന്റെ പേര് കോവിഷീൽഡ് വാക്സിൻ എന്നാണ്. അപ്പോ അത് കോവിഡ്-19 റിലേറ്റഡ് ആണല്ലോ. അപ്പൊ ഈ കോവിഷീൽഡ് വാക്സിൻ ആരാണ് ഉൽപ്പാദിപ്പിച്ചത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. അപ്പൊ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ വികസിപ്പിച്ചതാണ് കോവിഷീൽഡ്. സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ വികസിപ്പിച്ചതാണ് കോവിഷീൽഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സംസ്കരിച്ച സ്റ്റീൽ സ്ലാഗ്. സംസ്കരിച്ച സ്റ്റീൽ സ്ലാഗ് റോഡ് ലഭിക്കുന്ന നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ആദ്യത്തെ നഗരം സൂററ്റ് ആണ്. സംസ്കരിച്ച സ്റ്റീൽ സ്ലാഗ് റോഡ് ലഭിക്കുന്ന ഈ ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? ഇന്ത്യയിലെ
ആദ്യത്തെ നഗരം ഏതാണ്? സൂററ്റ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യ മ്യൂസിയം, ഭക്ഷ്യ മ്യൂസിയം എവിടെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? തമിഴ്നാടാണ്. ക്ലിയർ ആയില്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ ഭക്ഷ്യ മ്യൂസിയം എവിടെയാണ്? തമിഴ്നാടാണ്. നമ്മുടെ സ്റ്റീൽ സ്ലാഗ് റോഡ് ലഭിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ നഗരം ഏതാണ്? സൂററ്റാണ്. കോവിഷീൽഡ് ആരുണ്ടാക്കിയ? സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. കേരളത്തെ ഭാവിയിലെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട് അതിജീവിക്കാവുന്ന വിധം കേരളത്തെ പുനർനിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ക്യാമ്പയിന്റെ പേരെന്താ? നമ്മൾ നമുക്കായി. കേരള IT മിഷന്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. 17 ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള 100ഓളം ഈ സേവനങ്ങൾ ലഭിക്കുന്നതാണ്. ആപ്ലിക്കേഷന്റെ പേര് മാപ്പത്തോൺ കേരള എന്നാണ്. 2018 വെള്ളപ്പൊക്കത്തിലെ കേരള പോലീസിന്റെ ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ജലരക്ഷ. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി നഷ്ടമായത് എന്നാണ്? 2019. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.